ഓ നാട്ടിലും വീട്ടിലും ഡിപ്പാർട്ട്മെന്റിലും എന്റെ മാനം കെടുത്തിയമാരെ ഞാൻ ഉടനെ പൂട്ടും. എന്തെങ്കിലും വിവരം കിട്ടിയോ? അതൊക്കെ സസ്പെൻസ്. എന്റെ ഊഹ ശരിയാണെങ്കിൽ ഉടനെ അമ്മാരന്റെ വല വീഴും. ആ സണ്ണി വാടോ. ആ സണ്ണി വായിരിക്ക്. എന്താണ് നീ എന്തോ ഊരാക്കുടുക്കി ചെന്ന് പെട്ടെന്ന് വക്കീല് പറഞ്ഞല്ലോ, ശരിയാണോ? പെട്ടില്ല, പെടാതിരിക്കാനാണ് എനിക്ക് തന്റെ സഹായം വേണ്ടത്. എടാ നിന്റെ ഭാര്യ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തുന്നോണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ. ക്ലാരക്കൂടെ കൊണ്ടുപോയിക്കോട്ടെ ഗൾഫിലേക്ക്. അത് നമ്മൾ വരണ്ടേ? പണ്ടൊരിക്കൽ ഞാൻ കൊണ്ടുപോയതാ, 3 ദിവസം തികച്ചു നിന്നില്ല. അവക്ക് അവിടെ പിടിക്കത്തില്ല. പിന്നെ ഈ ഭാര്യയെ സംശയിക്കുന്നവന്മാരുടെ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന പരിപാടിയാണ് ഈ കോൾ ലിസ്റ്റ് എടുപ്പ്, അറിയാലോ? അറിയാം. പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ വിവരം നമ്മൾ 3 പേരല്ലാതെ ആരും അറിയരുത്. ഈ വാട്സപ്പ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാലേ കുഴപ്പമാണ്. ഇത് വന്നതിന് ശേഷമാണ് ഒളിച്ചോട്ടങ്ങളൊക്കെ കൂടിയത്, പ്രത്യേകിച്ച് ഗൾഫുകാരുടെ ഭാര്യമാരും. എല്ലാവരുടെ ഭാര്യമാരും അങ്ങനെ അല്ല കേട്ടോ. അതെ, തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഏതോ ഒരു ജാക്സൺ, അവനെയാണ് എനിക്ക് സംശയം. ജാക്ക് എവിടെയോ കേട്ടു പരിചയമുള്ള പേരാണല്ലോ. ആ ജാക്ക്, ടൈറ്റാനിക് സിനിമയിലെ മുങ്ങിച്ചത്ത നായകൻ. എന്റെ കൈ കിട്ടിയോ ഇവനെ ഞാൻ മുക്കിക്കൊല്ലും. സണ്ണി, അതെ, നമുക്ക് നമ്മുടെ ഭാര്യമാരോട് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടുള്ള നമ്മുടെ സ്നേഹപ്രകടനത്തിന്റെ അളവ് കൂട്ടണം. അതെ, ഇനി ഞാൻ സ്നേഹിച്ചില്ലെന്ന് പറഞ്ഞ് അവൾ സ്നേഹം തേടി വേറെ എവിടെയും പോകണ്ട. ഇന്ന് അവളെ ഒന്ന് ശരിക്ക് സ്നേഹിച്ചേക്കാം. ഓക്കെ? ഇവിടെ പ്രാർത്ഥന എപ്പം തീരുവോ കർത്താവേ? ഒന്നിനൊന്നിന് പ്രാർത്ഥന നീണ്ടു വരിക. കഷ്ടം. കൂട് കയറി വരുമ്പോൾ അവിടെ ഒടുക്കത്തെ പ്രാർത്ഥന. ഇവിടെ ജീവിതത്തിൽ നന്നാകത്തില്ല. കഷ്ടം. ദാസപ്പോ നിനക്ക് സുഖമാണോടാ? ഓ അങ്ങനെയൊക്കെ അങ്ങ് പോണു. ആ ആ ഓ
ആഹാ, അപ്പച്ചനും അമ്മച്ചിയും ഇതെന്താ ഒരു അറിയിപ്പോ ഇല്ലാതെ രാവിലെ തന്നെ? അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ട് തന്നെ ഞങ്ങൾ വന്നു. ദേ നീ കണ്ണിമാങ്ങാച്ചാറിനകത്തേക്ക് വെച്ച് സണ്ണിമോന് കൊണ്ടുപോകാനുള്ളതാ. കണ്ണിമാങ്ങ അച്ചാറോ? സണ്ണിച്ചായ എവിടെ കൊണ്ടുപോയാൻ? നീ എന്നെ തക്കളറെ ഒന്നും അറിയാത്ത പോലെ പറയുന്നേ. സണ്ണിമോൻ ഞായറാഴ്ച മടങ്ങി പോവല്ലേ ദുബായിലേക്ക്. അതുകൊണ്ടാ അവൻ ഏറെ ഇഷ്ടപ്പെട്ട കണ്ണിമാങ്ങാച്ചാർ ഞങ്ങൾ കൊണ്ടുവന്നേ. വാ. തിരിച്ചു പോണോ? ദുബായിക്കോ? ഓഹോ, അപ്പൊ സണ്ണി സാറ് പ്ലെയിൻ കയറാൻ സമയമായി. എന്റെ മേരി, ഞാൻ എത്ര നാളായിട്ട് കാത്തിരിക്കുക. സണ്ണിച്ചായൻ തിരിച്ചു പോകുന്ന കാര്യം എന്നോട് പറഞ്ഞില്ല. സത്യമാണോ അമ്മച്ചി പറയുന്നേ? നിന്നോട് ഞങ്ങൾ എന്തിനാ മോളെ കള്ളം പറയുന്നേ? സണ്ണി ഞായറാഴ്ച പോവുക. വൈകിട്ട് 4 മണിക്കാണ് ഫ്ലൈറ്റ്. 4 മണിക്കോ? ഇന്നലെ രാവിലെ ഞങ്ങളെ വിളിച്ച് പറയുന്നത്. അപ്പോഴാ ഇവള് പറയുന്നത് സണ്ണി മോന് അവളുടെ ഒരു ആകാംക്ഷ കണ്ടില്ലേ? എങ്കിൽ പിന്നെ അത് കുറച്ച് ശരിയാക്കി തരാടി. വിചാരിച്ചു. ആ എത്ര കഷ്ടപ്പെട്ട ഈ കണ്ണിമാങ്ങ ഒപ്പിച്ചെന്നറിയോ? അല്ല സണ്ണിമോൻ പോയിട്ട് ഇനി എന്ന് വരും മോളെ? ഈ വർഷം 2 തവണ വന്നില്ലേ? ഇനിയിപ്പോ അടുത്തങ്ങ് വരുമെന്ന് തോന്നുന്നില്ല. എന്റെ ദൈവമേ, സണ്ണി ഇത്തവണ ലീവിന് വരുമ്പോ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? സണ്ണിച്ചാൻ എന്തോ ഇപ്പൊ കുട്ടിയുടെ കാര്യം പറയുമ്പോ ഒരു താല്പര്യമില്ല. ഞാനും പിന്നെ നിർബന്ധിക്കാനൊന്നും പോയില്ല. ഞങ്ങൾ ചോദിച്ചെന്നേ ഉള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ആഹാ, രണ്ടാള് നേരെ തന്നെ എത്തിയല്ലോ. ഞാൻ പോകാൻ ഇനി 2-3 ദിവസം കൂടെ ഉണ്ട് കേട്ടോ. അതുവരെ ഞങ്ങൾ കുറച്ചു ദിവസം മോന്റെ കൂടെ നിക്കാമെന്ന് വിചാരിച്ചു. ആ. അതെ, മോൻ ഏറെ ഇഷ്ടമുള്ള കണ്ണിമാങ്ങാച്ചാർ അമ്മച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. ആ സണ്ണിച്ചാൻ എന്താ ദുബായിക്ക് പോകുന്ന കാര്യം എന്നോട് പറയായിരുന്നേ? അത് നീ വിഷമിക്കുമെന്ന് ഓർത്തു. പിന്നെ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതി. ഈ പള്ളിയുടെ വാർഷികം നാളെയാണ്. അത് കഴിഞ്ഞ് അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു. ആ എന്തായാലും അത് നന്നായി. എന്നാ പിന്നെ നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിരിക്കും കേട്ടോ. ഞാനിപ്പം വരാം. ശരി മോനെ. ആ. ലോകത്തിലെ ഏറ്റവും വലിയ വേദന ഈ കാത്തിരിപ്പെന്ന മഹാന്മാര് പറയണത്. അതെത്ര സത്യമല്ലേ മേരി? ആരെയാ ദാസപ്പച്ചേട്ടൻ കാത്തിരിക്കുന്നേ? അത് ഞാനറിയാതെ. സണ്ണി സാറ് ദുബായി പോണ ദിവസം കാത്തിരിക്കേ ഞാൻ. മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ. അതെന്തിനാ? ഓ, എന്റെ പേരിനെ എനിക്കൊന്ന് കാണാനാന്ന്. സണ്ണിച്ചായൻ ഞായറാഴ്ച തന്നെ പോവും, സംശയമൊന്നുമില്ല. സണ്ണിച്ചായൻ വെറും പാവാ. പാവെന്നല്ല, പാവാണെന്ന്. പാവയാണോ പറവയാണോ എന്ന് ഞാൻ കാണിച്ചു തരാടി. ഞാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പം അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ? ആ ആ ശരി ശരി, നിന്റെ ഒരു കാര്യം. ശരി ശരി, ഞാൻ വെക്കുവാ. എന്നും കാണുന്നല്ലേ? അതുപോലെ എന്നും കാണുന്ന പോലെ കാണാനല്ല, വിശദമായിട്ടൊന്ന് കാണാൻ. നിലാവുള്ള രാത്രിയില് മേരിനെ കാണാൻ ഒരു പ്രത്യേക സൗന്ദര്യോ. നേരത്തെ മഴ കാത്തിരുന്ന വേഴാമ്പൽ എന്നല്ലേ പറഞ്ഞേ? മഴയത്ത് നിലാവ് കാണില്ല, പറഞ്ഞേക്കാം. അല്ല, മേരിക്ക് മുല്ലപ്പൂ അലർജി ഒന്നും അല്ലല്ലോ. പോവിടുന്നു.